എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്ന് സങ്കടപ്പെടുന്നവരോടാണ്. ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ലോകത്തിൽ എത്ര പേര് പട്ടിണി കിടക്കുന്നുണ്ടെന്നറിയാമോ? നിങ്ങൾ കരുതുന്നതിനും അപ്പുറമാണ് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുക. ഈ ലോകത്ത് എവിടെയൊക്കെ അസുഖങ്ങളാ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരു നേരത്തെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ എത്രയോ പേരുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ അതിഭയങ്കരമായ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറം ദുരിതം അനുഭവിക്കുന്നവരുണ്ട് ഈ ലോകത്ത്. പെരുമഴയത്തും പൊരിവെയിലത്തും തല ചായ്ക്കാൻ ഇടമില്ലാത്തവരെത്രയെത്ര. എൻ്റെ അത്രമേൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. നമുക്കിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു ഇല്ലേ? അതൊരു മഹാഭാഗ്യമല്ലേ? മഴയും വെയിലും കൊള്ളാതെ ഉറങ്ങാനൊരിടമില്ലേ? അത് ഭാഗ്യമല്ലേ പ്രിയപ്പെട്ടവരെ? വലിയ അസുഖങ്ങളോ അപകടങ്ങളോ ഇല്ലാതെ നമ്മൾ സംരക്ഷിക്കപ്പെട്ടില്ലേ? അതും ഭാഗ്യമല്ലേ? ആവശ്യത്തിലും അതിലധികവും വായുവും ജലവും നമുക്ക് ലഭ്യമല്ലേ? അതില്ലാത്തവരെക്കുറിച്ച് ചിന്തിക്കൂ. ഈ ലോകത്തിൽ അങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ട്. നാം എപ്പോഴും അങ്ങനെയാണ്. ബാക്കി 99 എണ്ണത്തെയും വിട്ട് കിട്ടാത്ത ആ ഒരെണ്ണത്തിന് വേണ്ടി നമ്മൾ മനസ്സിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുക. ആ ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ 100 തികഞ്ഞേനെ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് എന്തൊക്കെ ബാഹ്യ നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും മനസ്സിൻ്റെ സമാധാനം, സന്തോഷം, അതുതന്നെയാണ് സമ്പത്ത്. സുഖമായി നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ കഴിഞ്ഞും വലിയ സമ്പന്നനില്ല. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും താക്കോൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് മറക്കാതിരിക്കുക. തുറക്കട്ടെ മനസ്സുകൾ.